നമസ്കാരം. ഭരതൻ സംവിധാനം ചെയ്ത് 1975 പുറത്തിറങ്ങിയ പ്രയാണം എന്ന സിനിമയിലെ അവസാന പാട്ടെഴുതാൻ ഒരുച്ചയ്ക്ക് മാനാമധുരൈ ബാലകൃഷ്ണൻ ശ്രീനിവാസൻ എന്ന MB ശ്രീനിവാസന്റെ ചെന്നൈയിലെ വസതിയിൽ എത്തിയതാണ് വയലാർ രാമവർമ്മ. കവിതയും സംഗീതവും ലഹരിയും പതഞ്ഞൊഴുകിയ നിമിഷങ്ങൾ. മേമ്പൊടിക്ക് പതിവ് പോലെ ചില്ലറ കലഹങ്ങളും പിണക്കങ്ങളും. വാദപ്രതിവാദങ്ങൾക്കിടയിലെപ്പോഴോ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകാൻ ഒരുങ്ങുന്നു വയലാർ. ഒപ്പം ഒരു പ്രഖ്യാപനവും: പാട്ടെഴുതാൻ എനിക്ക് സൗകര്യപ്പെടില്ല, വേറെ ആളെ നോക്കിക്കോളൂ. അന്ന് രാത്രി തന്നെ നാട്ടിലെത്തണം വയലാറിന്. പിറ്റേന്ന് ചങ്ങനാശ്ശേരിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനുണ്ട്. കൈവിട്ടു പോയാൽ പിന്നെ കവിയെ തിരിച്ചു കിട്ടുക എളുപ്പമല്ലെന്ന് നന്നായി അറിയാം ഭരതനും MBSനും. അടുത്ത ദിവസം റെക്കോർഡ് ചെയ്യേണ്ട പാട്ടാണ്. രണ്ടും കൽപ്പിച്ച് മുറ്റത്തിറങ്ങി MBS വയലാറിനെ തടഞ്ഞു. പാട്ടെഴുതി തന്നേ പോകാവൂ എന്ന് അപേക്ഷിച്ചെങ്കിലും പാട്ടെഴുതാൻ തനിക്ക് മനസ്സില്ല എന്ന നിലപാട് ആവർത്തിച്ചു കൊണ്ടിരുന്നു വയലാർ. തർക്കം മുറുകിയപ്പോൾ MBSന്റെ ഭാര്യ സഹീത ഇടപെടുന്നു. സ്നേഹത്തിൽ പൊതിഞ്ഞ ക്ഷമാപണങ്ങൾക്കും അപേക്ഷകൾക്കുമൊടുവിൽ പതിവ് പോലെ വയലാറിന്റെ ഉള്ളിലെ കലാപകാരി കീഴടങ്ങി. പെട്ടെന്നൊരു കടലാസും പേനയും തരൂ, എഴുതി നോക്കട്ടെ എന്നായി അദ്ദേഹം. സഹീത കൊണ്ടുവന്നു കൊടുത്ത നോട്ട്ബുക്ക് മുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ ബോണറ്റിന്മേൽ തുറന്നുവെച്ച് വയലാർ എഴുതി: മൗനങ്ങൾ പാടുകയായിരുന്നു, കോടി ജന്മങ്ങളായി നമ്മൾ പരസ്പരം തേടുകയായിരുന്നു. വെൺചന്ദനത്തിൻ സുഗന്ധം നിറയുന്ന നിൻ അന്തരംഗത്തിൻ മടിയിൽ എൻ്റെ മോഹങ്ങൾക്ക് വിശ്രമിക്കാൻ ഇന്നൊരേകാന്ത പഞ്ചരം കണ്ടു ഞാൻ. പാട്ടിൻ്റെ പല്ലവിയും ആദ്യ ചരണവും എഴുതി തീർത്ത ശേഷം നോട്ട്ബുക്ക് മടക്കി MBSനെ ഏൽപ്പിച്ച് വയലാർ പറഞ്ഞു: ഒരു ചരണം കൂടി എഴുതാനുണ്ട്. നാട്ടിലെത്തിയ ഉടനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു തരാം. തൽക്കാലം ഇത് ചിട്ടപ്പെടുത്തി വെക്കൂ. കലഹവും വാഗ്വാദങ്ങളും കൊണ്ട് കലുഷമായ ആ സൗഹൃദ കൂട്ടായ്മ അങ്ങനെ പൊട്ടിച്ചിരിയിലും സ്നേഹാശ്ലേഷങ്ങളിലും അവസാനിക്കുന്നു. ഒടുവിൽ നമുക്കൊരുമിച്ച് ഇനിയും പാട്ടുകളുണ്ടാക്കാം എന്ന വാഗ്ദാനത്തോടെ വയലാറിൻ്റെ വിടവാങ്ങൽ. കവിയുടെ അവസാന യാത്രാമൊഴിയാണതെന്ന് ആരും ചിന്തിച്ചിരുന്നില്ല. പ്രയാണത്തിലെ ആ ഗാനം പൂർത്തിയാക്കാൻ യോഗമുണ്ടായില്ല വയലാറിന്. നാട്ടിലെത്തി ഏറെ കഴിയും മുൻപ് രോഗാതുരനായ വയലാർ 1975 ഒക്ടോബർ 27 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരണത്തിന് കീഴടങ്ങി. അവസാന വരികൾ എഴുതി കിട്ടാത്തതിനാൽ ആ ഗാനം ചിട്ടപ്പെടുത്തേണ്ടെന്ന് തീരുമാനിച്ചതാണ് MBS. പക്ഷേ ഭരതന്റെ നിർബന്ധത്തിന് വഴങ്ങി ആ വാശി ഉപേക്ഷിക്കേണ്ടി വന്നു. ആ പാട്ടിന്റെ അപൂർണത ഇന്നും എന്നെ അസ്വസ്ഥനാക്കുന്നുവെന്നാണ് പിന്നീടൊരിക്കൽ MB ശ്രീനിവാസൻ ആ പാട്ടിനെക്കുറിച്ച് പറഞ്ഞത്. ഭരതൻ എന്ന അതുല്യ പ്രതിഭയുടെ ആദ്യ സിനിമയായിരുന്നു പ്രയാണം. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ സംവിധാന ശൈലിയും കഥ പറച്ചിൽ രീതിയും അന്നത്തെ മുഖ്യധാര സിനിമകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. ഇത് പുതിയ തലമുറയിലെ സിനിമാ പ്രവർത്തകർക്ക് ഒരു പ്രചോദനമായി മാറുകയുണ്ടായി. അതുപോലെ പത്മരാജന്റെ ആദ്യ തിരക്കഥയുമായിരുന്നു പ്രയാണത്തിൻ്റെത്. പ്രയാണം നാടകീയത കുറഞ്ഞ വളരെ റിയലിസ്റ്റിക്കായ ഒരു അവതരണ ശൈലിയാണ് പിന്തുടർന്നത്. അന്നത്തെ വാണിജ്യ സിനിമകളുടെ അതിഭാവുകത്വത്തിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമായിരുന്നു. ഈ റിയലിസ്റ്റിക് സമീപനം പിന്നീട് വന്ന ജനപ്രിയ കലാമൂല്യ സിനിമകൾക്ക് ഒരു മാതൃകയായി. ജനകീയ കലാമൂല്യം എന്ന ഇത്തരം പരീക്ഷണ സിനിമയ്ക്ക് പണം മുടക്കാൻ അന്ന് ആരും തയ്യാറായിരുന്നില്ല. അതിനാൽ ഭരതൻ തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചത്. കലാസംവിധാനവും ഭരതൻ തന്നെ നിർവഹിച്ചു. ഏറ്റവും നല്ല പ്രാദേശിക ഭാഷാ ചിത്രത്തിനുള്ള ആ വർഷത്തെ ദേശീയ പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിച്ചു. കലാസംവിധാനത്തിന് ഭരതന് സംസ്ഥാന അവാർഡും ലഭിച്ചു. ബാലു മഹേന്ദ്രയ്ക്ക് മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡും മാസ്റ്റർ രഘുവിന് മികച്ച ബാലതാരത്തിനുള്ള അവാർഡും പ്രയാണത്തിലൂടെ ലഭിച്ചു. 1980 ഭരതൻ ഈ ചിത്രം തമിഴിലേക്ക് സാവിത്രി എന്ന പേരിൽ റീമേക്ക് ചെയ്യുകയുണ്ടായി. ലക്ഷ്മി അവതരിപ്പിച്ച സാവിത്രി എന്ന കഥാപാത്രം അന്നത്തെ സിനിമകളിൽ അധികം കാണാത്ത തരത്തിലുള്ള ശക്തമായ ഒരു സ്ത്രീയുടെ പ്രതിനിധാനമായിരുന്നു. സ്വന്തം ഇഷ്ടങ്ങൾക്കും വികാരങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഇത്തരം കഥാപാത്രങ്ങൾ പിന്നീട് സിനിമകളിൽ ധാരാളമായി വന്നു. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ബാലു മഹേന്ദ്രയുടെ ഛായാഗ്രഹണം സിനിമയുടെ ദൃശ്യപരമായ ഭംഗിക്ക് ഒരുപാട് സഹായിച്ചു. പ്രായം ചെന്ന പൂജാധികാര്യങ്ങളിൽ മുഴുകിയ ഒരു ബ്രാഹ്മണൻ ഒരു യുവതിയെ വിവാഹം കഴിക്കുകയും അവൾ മറ്റൊരു യുവാവുമായി അടുക്കുകയും ചെയ്യുന്നതാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം. പ്രായം ചെന്ന ഒരാളെ വിവാഹം കഴിക്കേണ്ടി വരുന്ന ഒരു യുവതിയുടെ മാനസിക സംഘർഷങ്ങളും അവളുടെ പ്രണയവും അന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ ഒരു ധീരമായ വിഷയമായിരുന്നു. അന്നത്തെ ബ്രാഹ്മണ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുഷിച്ച അനാചാരങ്ങൾക്കെതിരെയുള്ള പടവാളായിരുന്നു ഈ സിനിമ. പ്രയാണം ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടിയില്ലെങ്കിലും നിരൂപക പ്രശംസ നേടുകയും സിനിമാ പ്രവർത്തകർക്കിടയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ട് പിന്നീട് മലയാള സിനിമയ്ക്ക് നിരവധി കലാമൂല്യമുള്ള സിനിമകൾ സമ്മാനിച്ചു. രതിനിർവേദം, തകര, ലോറി തുടങ്ങിയ സിനിമകൾ ഈ കൂട്ടുകെട്ടിന്റെ മികച്ച ഉദാഹരണമാണ്. ലക്ഷ്മിയെ കൂടാതെ കൊട്ടാരക്കര ശ്രീധരൻ നായർ, മോഹൻ, കവിയൂർ പൊന്നമ്മ, മാസ്റ്റർ രഘു, നന്ദിതാ ബോസ് തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചട്ടക്കാരി, രാഗം, നെല്ല്, ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ തുടങ്ങിയ സിനിമകളിലൊക്കെ അഭിനയിച്ച് ശ്രദ്ധ പിടിച്ചുപറ്റിയ നടനാണ് ആ സമയത്ത് മോഹൻ. തൻ്റെ സിനിമയിൽ നായകനായി മോഹൻ തന്നെ വേണം എന്ന ആഗ്രഹത്തോടെയാണ് ഭരതൻ കഥയുമായി മുന്നോട്ട് പോയത്. പിന്നീട് ബാലു മഹേന്ദ്ര വഴിയാണ് ഭരതൻ മോഹനോട് കഥ പറയുന്നത്. കഥാപാത്രങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ സ്വന്തമായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ടായിരുന്ന മോഹനെ പ്രയാണം എന്ന സിനിമയിൽ എത്തിക്കുക എന്നത് ഭരതനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല.
ഭരതന്റെ കയ്യിൽ ഒരു കഥയുണ്ട്, മോഹനെ വച്ചത് സിനിമയാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമെന്നാണ് ബാലു മഹേന്ദ്ര അന്ന് മോഹനെ വിളിച്ചു പറഞ്ഞത്. എന്നാൽ തിരക്കഥ വായിക്കാതെ അഭിപ്രായം പറയാൻ സാധിക്കില്ല എന്നാണ് മോഹൻ മറുപടി പറഞ്ഞത്. അങ്ങനെ ഭരതൻ പ്രയാണം സിനിമയുടെ തിരക്കഥയുമായി നേരെ മദ്രാസിൽ മോഹൻ താമസിച്ചിരുന്ന വീട്ടിലേക്ക് പോയി. കാര്യം പറഞ്ഞിട്ട് തിരക്കഥ വായിക്കാൻ കൊടുത്തു. തിരക്കഥ വായിച്ച മോഹന് അത് ഇഷ്ടപ്പെട്ടു. ആ തിരക്കഥയിൽ ഒഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ ഭരതൻ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ചെറിയ രേഖാചിത്രങ്ങളൊക്കെ വരച്ചിരുന്നു. അതൊക്കെ ആസ്വദിച്ചുകൊണ്ടാണ് മോഹൻ തിരക്കഥ വായിച്ചത്. പിറ്റേ ദിവസം രാവിലെ ഭരതൻ വീണ്ടും മോഹന്റെ വീട്ടിലെത്തി. എന്താണ് തീരുമാനം എന്നറിയാനാണ് ഭരതന്റെ വരവ്. താൻ അഭിനയിക്കാം, ഭരതൻ തന്നെ ഈ സിനിമ സംവിധാനം ചെയ്യണം എന്ന് മോഹൻ പറഞ്ഞു. അങ്ങനെയാണ് പ്രയാണം സിനിമയുണ്ടാകുന്നത്. ഭാരതപ്പുഴയുടെ തീരത്താണ് പ്രയാണം സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത്. മോഹനും ലക്ഷ്മിയും അഭിനയിച്ച ഗാനരംഗം ക്യാമറയിൽ പകർത്തുകയായിരുന്നു ബാലു മഹേന്ദ്ര. ഭാരതപ്പുഴയിൽ നല്ല ഒഴുക്കുള്ള കാലമാണത്. അന്ന് വൈകുന്നേരം നേരത്തെ ഷൂട്ടിംഗ് തീർന്നു. അപ്പോഴാണ് ഭരതനും ബാലു മഹേന്ദ്രയ്ക്കും മോഹനും ഒരാഗ്രഹം തോന്നിയത്, ഒന്ന് നീന്തി കുളിച്ചാലോ? അങ്ങനെ 3 പേരും വെള്ളത്തിലേക്ക് ചാടി. കുറച്ച് സമയം കഴിഞ്ഞ ശേഷം മോഹൻ കുളി നിർത്തി കരയ്ക്ക് കയറി. അപ്പോഴേക്കും ഇരുട്ട് വീണു തുടങ്ങിയിരുന്നു. കരയ്ക്ക് കയറിയ മോഹൻ ചുറ്റിലും നോക്കി. ഭരതനും ബാലു മഹേന്ദ്രയും അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നായിരുന്നു മോഹൻ നോക്കിയത്. എന്നാൽ ഇരുട്ട് പരന്നതിനാൽ മോഹന് ഒന്നും വ്യക്തമായി കാണാൻ സാധിച്ചില്ല. പെട്ടെന്നാണ് പുഴയിൽ നിന്ന് ഭരതന്റെ നിലവിളി കേട്ടത്. മോഹൻ നോക്കിയപ്പോൾ കണ്ടത് ഭരതനും ബാലു മഹേന്ദ്രയും അല്പം അകലെയായി വെള്ളത്തിൽ മുങ്ങുകയും പൊങ്ങുകയും ചെയ്യുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ മോഹൻ വെള്ളത്തിലേക്ക് ചാടി. നിലവിളി കേട്ട സ്ഥലത്തേക്ക് നീന്തിയെത്തി. മരണവെപ്രാളത്തിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരുന്ന ഭരതനെയും ബാലു മഹേന്ദ്രയെയും മോഹൻ എങ്ങനെയൊക്കെയോ കരയ്ക്കെത്തിച്ചു. പിന്നീട് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന കാറിൽ ഇരുവരെയും ഷൊർണൂരിലേക്ക് കയറ്റിവിട്ടു. എന്നിട്ട് വസ്ത്രമൊക്കെ മാറി തിരികെ റൂമിലേക്ക് പോകാനായി തന്റെ കാറിനടുത്തേക്ക് നടക്കുകയായിരുന്ന മോഹന്റെ കാലിൽ എന്തോ തട്ടി. നോക്കിയപ്പോൾ കണ്ടത് സിനിമയുടെ സഹസംവിധായകനായിരുന്ന യതീന്ദ്രദാസ് ചുരുണ്ട് കിടക്കുന്നു. എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ പാമ്പ് കടിച്ചു. അത് കേട്ട് ഞെട്ടിയ മോഹൻ ഉടൻ തന്നെ കയ്യിലുണ്ടായിരുന്ന തോർത്തെടുത്ത് യതീന്ദ്രദാസിന്റെ കാലിൽ പാമ്പ് കടിച്ച സ്ഥലത്തിന് മുകളിലായി കെട്ടി. എന്നിട്ട് അയാളെ എടുത്ത് കാറിലെ പിൻസീറ്റിൽ കിടത്തി. മോഹൻ മുൻസീറ്റിലിരുന്നു. ഡ്രൈവർ കാർ ഷൊർണൂരിലെ ആശുപത്രിയിലേക്ക് വിട്ടു. എന്നാൽ റോഡിന്റെ തകർച്ച കാരണം വിചാരിച്ച വേഗത്തിൽ പോകാൻ സാധിക്കാതെയായി. വഴിയിൽ എവിടെയോ വെച്ച് കാർ നിന്നു. സ്റ്റാർട്ടാക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ മോഹൻ യതീന്ദ്രദാസിനെ ചുമലിൽ കിടത്തിയിട്ട് ആശുപത്രിയിലേക്ക് നടന്നു. അക്കാലത്ത് നിരന്തരമായി വ്യായാമം ചെയ്യുന്നതുകൊണ്ട് മോഹൻ നല്ല ആരോഗ്യമുള്ള ആളായിരുന്നു. അങ്ങനെ ആ ഇരുട്ടിൽ അരമണിക്കൂറിലധികം നടന്ന് ഒരു ആശുപത്രിയിലെത്തി. യതീന്ദ്രദാസിനെ അവിടെ അഡ്മിറ്റാക്കി. അയാളെ പരിശോധിച്ച ശേഷം ഡോക്ടർ പറഞ്ഞത്, അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ ഇയാൾ മരിച്ചുപോയേനെ എന്നാണ്.